ചേച്ചി അത് എൻ്റെ മോടെ കല്യാണം ഒന്ന് ആലോചിക്കാൻ തുടങ്ങിയപ്പം തൊട്ട് എനിക്ക് കുറേ ബൊട്ടിക്കുകൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ ചേച്ചിയുടെ ആയിരുന്നു ഞാൻ കൂടുതലും, അതായത് പൂണൂൽ സിൽക്സാണ് ഞാൻ കൂടുതലും കണ്ടത്. അപ്പം ഞാനിങ്ങനെ ഒരു 2-3 വർഷം ഇങ്ങനെ അടുപ്പിച്ച് കണ്ടുകൊണ്ടിരുന്നപ്പം അവസാനം വരെയും ആദ്യത്തെ മനസ്സോടുകൂടെ തന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ചേച്ചിയുടെ വീഡിയോ ആണ്, കൂടുതലാണ്. അപ്പം എന്നോട് എല്ലാവരും ചോദിച്ചു ഇങ്ങനെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തിനാ ഇത്രയും ദൂരം കൊട്ടാരക്കരയിൽ നിന്ന് ഇങ്ങ് വരെ വരുന്നത് എന്തിനാന്ന് ചോദിച്ചു. എൻ്റെ ഇടയ്ക്ക് ഒന്നും കടകളില്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊന്ന് പോട്ടെ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കളക്ഷനും എല്ലാം. കാരണം ഓരോ വീഡിയോയിലും ചേച്ചി നല്ല വെറൈറ്റി. പിന്നെ എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി ഈ നല്ല ഡിസൈനൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ അവിടത്തെക്കാളും നല്ല മെറ്റീരിയൽ തന്നെ മറ്റിടത്തേക്കാളും വില ഇച്ചിരി കുറവായിട്ട് എനിക്ക് തോന്നി, നല്ലത് വരുമ്പോൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നത്. അത് ചേച്ചി പറഞ്ഞൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവളെന്നോട് എനിക്ക് അതിന് കുറച്ച് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്ന കാരണം പൊടി അടിക്കാൻ പാടില്ല. അതെ ശരി. ഇപ്രാവശ്യം ഞാൻ പോയില്ല, പിന്നെ മോൾക്ക് എക്സാം വന്നു. പക്ഷെ ഭയങ്കര ഭംഗി ചേച്ചി, ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും. കാരണം ഈ പറഞ്ഞവരൊന്നും ഇനി എന്നെ ഒരു കുറ്റം പറയത്തില്ല അത്രയ്ക്ക്. പ്രത്യേകിച്ച് ഈ ഡെയ്സി, പിന്നെ നമ്മുടെ ഷെറീന ഭയങ്കര ഭംഗിയായിട്ട് അത് പക്ഷെ ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, അവിടത്തേക്കാളും പ്രത്യേകത കണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ടെൻഷനുകൾ. കാരണം നല്ലതാവുമോ ഞാൻ വീണ്ടും പറയും. പക്ഷെ ഒരു പ്രാവശ്യം പോലും എന്നോട് മുഖം കറുത്ത് ഷെറീന ഒരു വാക്ക് പോലും പിന്നെന്താ ഞാൻ ശരിയാക്കി. അങ്ങനെ ഡെയ്സി പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ 2 സാരി എടുത്ത് എന്നെ 5 എണ്ണം ഞാൻ എടുപ്പിക്കുമല്ല, എന്നെ കാണിച്ചു തന്നെ എനിക്ക് അതുകൂടെ കൊണ്ടുപോകും അതുപോലെ. പക്ഷെ നല്ല കളക്ഷൻ തന്നെ സെറ്റ് ചെയ്ത് പക്ഷെ ചേച്ചി ഞാൻ കളി പറഞ്ഞതല്ല, സൂപ്പർ കേട്ടോ. ഞാൻ ഇവരോടാ കൂടുതലും ഇടപെട്ടത് ഇവിടെ അന്ന് വന്ന് നിന്നിട്ടേ. ഇത്ര ഭംഗി എനിക്ക് എന്റെ ആഗ്രഹമാണ് എന്റെ കല്യാണത്തിലെല്ലാം വെറൈറ്റി യൂണീക് കളേഴ്സ് ആയിരുന്നു. എന്തായാലും അമ്മയുടെ തീരുമാനം നമുക്ക് പിന്നെ രാവിലെ തന്നെ കണ്ണിന്റെ ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടിരുന്നായിരുന്നു, ഓഫീസിലായിരുന്നു. അപ്പൊ ഇങ്ങനെ പറയുമായിരുന്നു ഷെറിൻ വന്ന് എന്തായാലും മാം ഒന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വരുമായിരുന്നു, ഒരുപാട് സന്തോഷം. അത് ഇങ്ങനെ ഹൃദയത്തിൽ ഉറപ്പായിട്ടും ഭയങ്കര ഇതായിട്ട് പറഞ്ഞ കേട്ടോ. കാരണം ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും മനസ്സ് നിറഞ്ഞെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു, എനിക്ക് ഒത്തിരി സന്തോഷം. ഇവരാന്ന് പറഞ്ഞപ്പോ ചോദിച്ചിട്ട് ഇവിടെ ഗൗണൊക്കെ ഇട്ട് വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ എന്റെ കണ്ണ് നിറഞ്ഞു പോയിട്ട്. ഞാൻ എപ്പോഴും പറയായിരുന്നു, അപ്പൊ ഇവിടെ ഇറങ്ങുമ്പം ഒരു രാജകുമാരിയെ പോലെ ഇരിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ മുഖത്ത് നോക്കി അത് അറിയായിരുന്നു. അവളങ്ങ് നല്ല ഭംഗിയായിരുന്നു. എന്നും ഉണ്ടാവട്ടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത മോഡേത് ഇവിടെ തന്നെ ഞാൻ വരും, അത് ഞങ്ങൾ ഓർമ്മിച്ചു. ഇനി ഞാൻ എങ്ങോട്ടും പോകത്തില്ല. കാരണം എനിക്കിനി കാരണം ഞാൻ വിചാരിച്ചതിനേക്കാൾ ഫുള്ള് കിട്ടും, ഓപ്ഷൻ വേണ്ട എനിക്ക്. ഞങ്ങളും അതുപോലെ തന്നെ അടുത്ത മോക്കും ഉറപ്പായിട്ടും ചേച്ചിയുടെ പോലെ ഉറപ്പാണ് ചേച്ചി, സത്യമായിട്ടും എത്തിച്ചതും രാവിലെ ഇറങ്ങുമ്പോ നമ്മള് പ്രാർത്ഥിക്കുമല്ലോ. അത് ഞാൻ വീഡിയോ കണ്ടു ചേച്ചി ഒരു ദിവസം. ചേച്ചിയുടെ തുടക്കം ഞാനല്ല, എനിക്ക് ഏറ്റവും അറിയാം. അതുകൊണ്ട് ഓക്കെ, എന്നും ഉയരങ്ങളിലെത്തട്ടെ ഇനി കേട്ടോ. ഞങ്ങളിങ്ങനെ വന്നോണ്ടും ഇരിക്കാം. ഉറപ്പായിട്ടും